നമസ്തേ, കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ താഷയുടെ സ്നേഹം. താഷ ആരാന്നറിയാമോ? താഷ ഒരു വളർത്തുനായിയാണ്. ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ നടന്ന കഥയാണ് കേട്ടോ അത്. അവിടെ ഇവാങ്കോ എന്ന് പറയുന്നൊരു കൃഷിക്കാരനുണ്ട്. അയാളുണ്ട്, ഭാര്യയുണ്ട്, അവർക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ അവരുടെ വീട്ടിലെ വളർത്തുനായിയാണ് താഷ. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. രാവിലെ അവർ ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്കുള്ളത് കൊണ്ടുപോകും, കുഞ്ഞിനെയും കൂടി കൂട്ടിക്കൊണ്ട് പോകും വയലിൽ പണിക്കായിട്ട്. അവിടെ ചെന്നിട്ട് കുഞ്ഞിനെ അവിടെ പാടത്തിൻ്റെ കരയിലുള്ള ഒരു മരച്ചുവട്ടിൽ കിടത്തും. ആ മരച്ചുവട്ടിൽ കിടത്തും. താഷ കുഞ്ഞിന് കാവലിരിക്കും. താഷ വളരെ സ്നേഹമുള്ളൊരു വളർത്തുന്നായ. ഒരു ഉപദ്രവവും ഒരു പക്ഷികളിൽ മൃഗാദികളിൽ നിന്നൊന്നും കുഞ്ഞിന് ഉപദ്രവമില്ലാതായിട്ട് എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അപ്പം താഷ ഉറക്ക കുരയ്ക്കും. അപ്പം ഇവാങ്കോയും ഭാര്യയും കൂടി ഓടി വരും കുഞ്ഞിൻ്റെ അടുത്തേക്ക്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു തവണ കണ്ടു, കുറച്ച് ദൂരെ മാറിക്കൊണ്ട് ഒരു പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞു പോണു. ദൂരെയാണ് പോണത്, എന്നാലും ഒരു പാമ്പല്ലേ. ഉടൻ തന്നെ താഷ കുരച്ചു. താഷ കുരച്ച വഴിക്ക് ഇവാങ്കോയും ഭാര്യയും ഓടി വന്നു. നോക്കുമ്പോൾ താഷ ഇങ്ങനെ നോക്കി കുരച്ചു. നോക്കുമ്പോൾ ഒരു പാമ്പ് അതിലേ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും കുഞ്ഞിനെ എടുത്ത് പിടിച്ചു. കാരണം അത് ഈ വഴിയെങ്ങും വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചല്ലേ. അപ്പോൾ അവർക്കും താഷയോട് വളരെ സ്നേഹമാണ്. അപ്പോൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നൊക്കെ കൊടുക്കും. അവർ പോകുമ്പോൾ തിരിച്ചു പോകും, വീട്ടിൽ ചെല്ലും, അങ്ങനെ സുഖമായിട്ട് താമസിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ കാലങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താഷയ്ക്ക് എന്തോ ഒരു അസുഖം വന്നു. അതിനുശേഷം അങ്ങോട്ട് ആരോഗ്യം വളരെ കുറഞ്ഞു, ഇത്തിരി വയ്യാതെ കണ്ടൊക്കെ ആയി കേട്ടോ. പക്ഷേ എന്നാലും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി. എന്നാലും അവർക്കൊരു തോന്നല്, ഈ വയ്യാത്ത പ്രായമായ താഷയെ നമ്മളെന്തിനാ തീറ്റിപ്പോറ്റണേ? അവൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ പോയി എവിടെയെങ്കിലും പോയി തണ്ടി തിരിഞ്ഞ് നടന്നു തിന്നട്ടെ, എന്നും ഇവന് തീറ്റയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നവർ ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ട് തീരുമാനിച്ച് താഷയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലാ. താഷയ്ക്ക് സങ്കടമായില്ലേ? ഇത്ര കാലം താൻ അവർക്ക് അങ്ങോട്ട് സേവനം ചെയ്യണു, അവർ തന്നെ ഇങ്ങോട്ട് ഭക്ഷണം തരാറും സംരക്ഷിക്കാറുമുണ്ട്. പക്ഷെ അതിനൊരു മാറ്റം വന്നപ്പോൾ വിഷമായി. താഷ ഓടിപ്പോയി. ഒരു കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെ നടക്കുമ്പോൾ ഒരു ചെന്നായ കണ്ടു. ഒരു ദിക്കിലിങ്ങനെ ഇരിക്കുമ്പോൾ ചെന്നായ കണ്ടു. അപ്പോൾ ചെന്നായ ചോദിച്ചു, എന്താ ചങ്ങാതി താനിങ്ങനെ ഒരു മ്ലാനമായിട്ടിരിക്കണേ, ആകെ ദുഃഖം പോലെ. അപ്പോൾ ഉണ്ടായ കഥകൾ ഇന്നെ പോലെയൊക്കെയാണെന്ന് പറഞ്ഞു. തനിക്ക് ഇപ്പോഴും ആ ഇവാങ്കോയുടെ വീട്ടിൽ താമസിക്കണം എന്ന് തന്നെയാണോ മോഹം? അപ്പോൾ താഷ പറഞ്ഞു, എനിക്കത് തന്നെ മോഹം. എനിക്ക് കുഞ്ഞിനെയും കാണാം, അവരുടെ ഒന്ന് കിട്ടണ ഭക്ഷണം മതി, എനിക്ക് അവിടെ സുരക്ഷിതമാണ്, എനിക്ക് അവിടെ താമസിച്ചാൽ മതി. എന്നാൽ ഞാനൊരു സൂത്രം പറഞ്ഞുതരാം, താനതുപോലെ ഞാനും സഹകരിക്കാം. അങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തനിക്ക് അവിടെ താമസിക്കാൻ പറ്റും ഇനിയുള്ള കാലം. ഞാൻ ചെന്നായി ചേട്ടൻ പറയണ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് താഷ സമ്മതിച്ചു കേട്ടോ. ചെന്നായി എന്താണെന്നോ പറഞ്ഞോട്ടെ. ചെന്നായി പറഞ്ഞു, അവിടെ പാടത്തിൻ്റെ കരയിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് അവർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്നിട്ട് ഞാൻ ആ തുണിയോട് കൂടിയിട്ട്, കുട്ടിയെ കിടത്തിക്കണ തുണിയോട് കൂടി കടിച്ച് പിടിച്ച് കുട്ടിയെ കൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് ഓടും. അപ്പം നീ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കണം. ആ സമയത്ത് നീ കണ്ടില്ലാത്ത പോലെ ഞാൻ ഓടുമ്പോൾ അവർ അയ്യോ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒരു കടി കൊടുക്കും ഞാൻ. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അവർ നോക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെയും കടിച്ച് പിടിച്ചുകൊണ്ട് ഓടണം കാണും. അവരെൻ്റെ പുറകെ വരുമ്പോൾ അയ്യോ താഷ ഉണ്ടായിരുന്നെങ്കിൽ താഷേ എന്ന് പറഞ്ഞാൽ അവർ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ ഓടിവാടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എവിടുന്നെങ്കിലും ഓടിച്ചാടി കുറ്റിക്കാട്ടിൽ നിന്ന് പതുങ്ങിയിരിക്കാൻ അടുത്തുനിന്ന് ഓടി വന്നിട്ട് എൻ്റെ പുറകെ വരണം. എൻ്റെ പുറകെ അങ്ങോട്ട് വന്നിട്ട് നീ എൻ്റെ പുറകെ കുറച്ച് വരേണ്ടത് കാണുമ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് പതുക്കെ ഓടും. പതുക്കെ ഓടി നീ എൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ എന്നെ പിടിക്കൊന്നരുത്. എന്നിട്ട് ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നീ എൻ്റെ പുറകെ ഓടും. കുറേ ദൂരം അങ്ങനെ ഓടി കഴിയുമ്പോൾ കുഞ്ഞിനെ താഴ്ത്തു വെച്ചിട്ട് ഞാൻ ഒറ്റോട്ടം കാട്ടിലേക്ക് ഓടും. ആ സമയത്ത് നീ എന്താ ചെയ്യണ്ടേ? ഈ കുഞ്ഞിനെ കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട്, തുണിയോടുകൂടി കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കണം. അപ്പം അവരുടെ കുഞ്ഞിനെ നീ രക്ഷിച്ചു എന്നായില്ലേ? വേണ്ടേ? അവരുടെ കുഞ്ഞിനെ രക്ഷിച്ചാൽ നിന്നെ പിന്നെ അവർ ഉപേക്ഷിക്കുമോ? പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ? ഉണ്ടാവില്ല. അപ്പം നിനക്ക് ഇനിയുള്ള കാലം സുഖമായിട്ട് അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു.
പിറ്റേ ദിവസം അവർ ഈ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ചെന്നായ അവിടെ ചെന്നായി ചെന്നു, താപ്പക്കം നോക്കി നിന്നു. രണ്ടുപേരും താഷ മറഞ്ഞു നിന്നു. അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഈ വാങ്കോയും ഭാര്യയും ജോലി ചെയ്യുക. ഇടയ്ക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് നോക്കും. താഷയില്ലല്ലോ ഇപ്പോൾ കുഞ്ഞിനെ നോക്കാൻ പറ്റുമോ? അങ്ങനെ അവർ നോക്കിയിരിക്കെ ഓട്ടി അങ്ങോട്ട് ചെന്നായി കുഞ്ഞിനെ കൊണ്ടെടുത്തു. ഒരു കാണല് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഓടി വന്നപ്പോൾ ഈ വാങ്കോ, താഷ എവിടെ പോയിടാന്നേ, ഞാൻ നിന്നെ ഇന്നലെ ഓടിച്ചു വിട്ടതല്ലേ, താഷേ എന്നിങ്ങനെ വിളിച്ചു. തൻ്റെ വളർത്തു നായെ വളരെ സ്നേഹത്തോടെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഏതോ കുറ്റിക്കാട്ടിൽ നിന്ന് താഷ ഓടി വന്നു. ചെന്നായി കുഞ്ഞിനെയും കൊണ്ടോടി. പുറകെ താഷയോടി. ഈ വാങ്കോയും ഭാര്യയും പുറകെ ഓടി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ചെന്നായി കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. താഷ കുഞ്ഞിനെ കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് ഈ വാങ്കോയിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെയൊക്കെ കാര്യം നടന്നു. അത് തന്നെ സംഭവിച്ചു. അന്ന് വീട്ടിലേക്ക് പോയപ്പോൾ ഈ വാങ്കോ താഷയെയും കൂട്ടിയിട്ടാണ് പോയത്. പിന്നീട് താഷ ആ വീട്ടിൽ നിന്ന് എങ്ങും പോയിട്ടില്ല. അവിടെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് അങ്ങ് താമസിച്ചു. ഇതാണ് താഷയുടെ സ്നേഹം എന്ന ഇന്നത്തെ കഥ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.